بسم الله الرحمن الرحيم. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1687 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 19-20 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 19-20 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ പ്രബോധിത സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യ നിർവഹണത്തിന്റെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഏതാനും വർഷങ്ങൾ പിന്നിട്ട സന്ദർഭത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവർ നിരന്തരമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസരാഹിത്യവും അതുപോലെ പാരിത്രിക ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേഹവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സൂറത്ത് ശൂറയുടെ നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായത്. അള്ളാഹുവിന്റെ വിശിഷ്ടരായ ഉലുൽ അസ്മ വിഭാഗത്തിൽപ്പെട്ട 5 പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ട് അവരെല്ലാവരും തന്നെ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുകയുണ്ടായത് ഒരേ ഒരു ആദർശം തന്നെയാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ആദർശം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുവാനും നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിർവഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ ആ വിഷയത്തിന്റെ തുടർച്ചയായിട്ട് കാണുകയുണ്ടായി. ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ വ ഉമിർതു ലിഅഅദില ബൈനകും എന്നാണ് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയുണ്ടായത്. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണത്. മനുഷ്യ സമൂഹത്തിന് മാർഗദർശനമായി അള്ളാഹു പല ഘട്ടങ്ങളിലായിട്ട് പ്രവാചകന്മാർ മുഖേന അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ ഒക്കെയും ഞാൻ അംഗീകരിക്കുകയും അവയിൽ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ആണ് നിർദ്ദേശം ഈ ആയത്തിന്റെ തുടക്കത്തിലുള്ളത്. അതിന്റെ പ്രായോഗികമായ നിത്യജീവിതത്തിൽ മനുഷ്യ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനം എന്താണ് എന്നതാണ് തുടർന്ന് പറയുന്ന വ ഉമിർതു ലിഅഅദില ബൈനകും എന്നതിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു സാമൂഹ്യ നീതിയുടെ ഒരു സംവിധാനം സമഗ്രമായ വിധത്തിൽ മനുഷ്യ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ നീതി നടപ്പിലാക്കുന്ന നീതി നിർവഹണത്തിന്റെ ഒരു സംവിധാനം ഉണ്ടാവുക എന്നത്
പ്രവാചക ദൗത്യത്തിന്റെ അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചെടുക്കുക എന്നത് പ്രവാചകന്റെ ദൗത്യത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേവലം ആദർശവും വിശ്വാസപരമായ അടിത്തറകളൊക്കെ വിശദീകരിച്ച് അങ്ങ് പോവുക എന്നതല്ലാതെ അതിന് പ്രായോഗിക തലത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നടപടികൾ ആവശ്യമില്ല എന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ കയറിക്കൂടാറുണ്ട്. അങ്ങനെ പലരും പ്രചരിപ്പിക്കുന്നതും കാണാം. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നീതി നിർവഹണത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക എന്നത്, അത് നടപ്പിലാക്കുക എന്നത് ഇസ്ലാമിക ദൗത്യത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു തലമാണ്, ഒരു ഭാഗമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. ദൈവിക ജീവിത മാർഗദർശനം വിശദമായി ആളുകൾക്ക് വ്യക്തമാക്കപ്പെടുകയും പലരും അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ആ മാർഗത്തിലേക്ക് വരികയും ചെയ്ത സന്ദർഭത്തിൽ അതിനെതിരില് തർക്കങ്ങളിൽ ഏർപ്പെടുന്ന, അതിനെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതിന് വേണ്ടി അവർ ഉന്നയിക്കുന്ന, മുന്നോട്ട് വെക്കുന്ന ന്യായവാദങ്ങളൊക്കെ തന്നെ അർത്ഥരഹിതവും ഫലശൂന്യവും യുക്തിരഹിതവുമായ സംഗതിയാണ്. അള്ളാഹുവിന്റെ അടുക്കല് ആ ന്യായവാദങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല എന്നതാണ് അള്ളാഹു തുടർന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം. മാത്രവുമല്ല, ഏറ്റവും ഭദ്രമായ, ഏറ്റവും യുക്തിപരമായ ഒരു ജീവിത ദർശനം അവതരിപ്പിക്കപ്പെട്ടിട്ട് കുതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതിനെ വേണ്ട എന്ന് വെക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപമാണുള്ളത്. അവരെ കാത്തിരിക്കുന്നത് കടുത്ത ദൈവിക ശിക്ഷയുമാണ് എന്ന കാര്യവും അള്ളാഹു തുടർന്ന് വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹുവാണ് വേദഗ്രന്ഥം സത്യാധിഷ്ഠിതമായ വിധത്തില് അവതരിപ്പിച്ചു തന്നിട്ടുള്ളതും ആ വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു ശരീഅത്തിന്, ഒരു മീസാനിന് കാര്യങ്ങളെ തൂക്കിത്തിട്ടപ്പെടുത്തി ശരിയേത് തെറ്റേത്, ന്യായമേത് അന്യായമേത്, നന്മയേത് തിന്മയേത് എന്ന വിധത്തിൽ വേർതിരിക്കുന്ന ഒരു ഫുർഖാന്റെ മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മീസാൻ അവതരിപ്പിച്ചിട്ടുള്ളതും അള്ളാഹുവാണ്. ആ സംഗതിയെ ആ നിലക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് സ്വീകരിക്കണം എന്നാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അതിന്റെ പരിശോധന അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പ് നാളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷെ ആ നാള് സാഴത്ത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അത് വളരെ വിദൂരമാണ് എന്ന ഒരു ധാരണയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ അള്ളാഹു പറയുന്നത് ലഅല്ല സാഅത ഖരീബ്, ഒരു പക്ഷെ അത് നീ കരുതിയ പോലെ ആവണമെന്നില്ല, വളരെ സമീപസ്ഥമായിട്ട് തന്നെ ആവാം സാഅത്ത് എന്നാണ്. എന്നിട്ട് അള്ളാഹു അല്പം പരിഹാസത്തോടു കൂടി സൂചിപ്പിക്കുകയുണ്ടായ ഒരു കാര്യം, പാരത്രിക ജീവിതത്തിലോ അന്ത്യസമയത്തിലോ ഒന്നും വിശ്വാസമില്ലാത്ത ആളുകളാണ് അതിങ്ങ് പോന്നോട്ടെ, അതുണ്ടാവട്ടെ എന്ന നിലക്ക് ധൃതിപ്പെട്ടുകൊണ്ട് അതിനെ പരാമർശിച്ച് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ത്യസമയത്തിലും പാരത്രിക ജീവിതത്തിലും വിശ്വാസമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് ആ സാഴത്തിനെ പരാമർശിക്കുന്നത് അവരിൽ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് യാഥാർത്ഥ്യമാണ് എന്ന തികഞ്ഞ ബോധ്യം അവർക്കുള്ളപ്പോൾ തന്നെ അത് സംഭവിക്കുന്ന കാര്യത്തെ ഓർക്കുമ്പോൾ അവര് ഭയവിഹ്വലരാവുകയാണ്. കാരണം അവർക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയാം. അതാണ് സംഗതി. എന്നാൽ അന്ത്യനാളിനെ കുറിച്ച് തർക്കത്തിൽ ഏർപ്പെടുന്ന, കുതർക്കങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വളരെ പിഴച്ച ഒരു വഴിയിലാണ് ഉള്ളത്. സത്യത്തിൽ നിന്ന്, ഹക്കിൽ നിന്ന് അവർ ഒരുപാട് കാലം അകന്നു പോയിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ള ഈ 19-20 ആയത്തുകൾ വരുന്നത്.
ആ ആയത്തുകൾ നോക്കുക. അല്ലാഹു ലതീഫുൻ ബി ഇബാദി, അള്ളാഹു തന്റെ ദാസന്മാരോട് ഏറെ കനിവും ആർദ്രതയും ഒക്കെ ഉള്ളവനാണ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ അളവറ്റ കനിവുള്ളവൻ, ലുത്തുഫുള്ളവൻ എന്നാണ് അർത്ഥം. വളരെ സൂക്ഷ്മമായി ഒരാളുടെ ആവശ്യവും അവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവനോട് കനിവ് കാണിക്കുന്നവൻ എന്നാണ് ഭാഷാപരമായ ആ പദം നൽകുന്ന സൂചന. റഹീം, റഹ്മാൻ എന്നൊക്കെയുള്ള പദങ്ങളില്, റഊഫ് തുടങ്ങിയ പദങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന ആശയം തന്നെയാണ് ഈ അള്ളാഹുവിന്റെ കാരുണ്യവും കനിവും ഒക്കെ. എങ്കിൽ പോലും ഈ പദം ലത്തീഫ് എന്ന പദം പ്രത്യേകമായിട്ട് വളരെ സൂക്ഷ്മമായി, വളരെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് കനിവോടെ, ആർദ്രതയോടെ, പരിഗണനയോടെ ഒരാൾക്ക് വേണ്ട പിൻബലം നൽകുന്ന ഒരു മനസ്ഥിതിയാണ് ലുത്തുഫ്. അള്ളാഹുവിനെ കുറിച്ച് ആ ഒരു പദം ആണ് ഇവിടെ അള്ളാഹു ഉപയോഗിക്കുന്നത്. അള്ളാഹു ലതീഫും ബി ഇബാദി, തന്റെ ഇബാദിനോട്, തന്റെ ദാസന്മാരോട് ഏറ്റവും ഏറെ ലുത്തുഫ് കാണിക്കുന്ന, ഏറ്റവും ഏറെ കനിവും ആർദ്രതയും ഒക്കെ കാണിക്കുന്ന, അവർക്ക് വലിയ പരിഗണന നൽകിക്കൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നവനാണ് അള്ളാഹു. യർസുഖു മൻ യശാ, അവൻ ഇച്ഛിക്കുന്നവർക്ക് അവന് വിഭവങ്ങൾ നൽകുന്നു. എല്ലാവർക്കും നൽകുന്നുണ്ട്, അവന്റെ ഇച്ഛ അനുസരിച്ചാണ് അത് നിർവഹിക്കപ്പെടുന്നത്. ഓരോരുത്തർക്കും എന്തൊക്കെ വിഭവങ്ങൾ, എത്രത്തോളം എന്നതൊക്കെ അവന്റെ ഇച്ഛയുടെ ഭാഗമായിട്ട് നിശ്ചയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല വിഭവങ്ങൾ നൽകുന്നത്, എല്ലാവർക്കും ഒരേ വിഭവങ്ങളുമല്ല നൽകുന്നത്. അത് ഭൂമുഖത്തെ മനുഷ്യന്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ദൈവിക നടപടിയാണ്. ഒരു കാര്യത്തിലും അള്ളാഹു തുല്യതയോ അല്ലെങ്കിൽ സമാനതയോ പാലിച്ചുകൊണ്ടല്ല ഇത് നിർവഹിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. പാട്ടുപാടാൻ കഴിയുന്ന ഒരാൾക്ക് അഭിനയിക്കാൻ കഴിയണമെന്നില്ല, അഭിനയിക്കാനും പാടാനും കഴിയുന്ന ഒരാൾക്ക് നൃത്തം ചെയ്യാൻ കഴിയണമെന്നില്ല. അതേപോലെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അള്ളാഹു മുഴുവൻ മനുഷ്യരെയും പ്രസക്തരും പ്രാധാന്യമുള്ളവരുമാക്കി മാറ്റുന്ന വിധത്തിലാണ് കഴിവുകള്, വിഭവങ്ങള്, സമ്പത്ത് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കുള്ള കഴിവുകള് അതേ അളവില് ഭൂമുഖത്ത് മറ്റെല്ലാ ആളുകൾക്കും ഉണ്ടെങ്കിൽ പിന്നെ എന്റെ കഴിവുകൾക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഉണ്ടാവില്ല. അത് മാർക്കറ്റ് ചെയ്യാൻ, അത് പ്രയോജനപ്പെടുത്താൻ എനിക്ക് യാതൊരു വഴിയും ഉണ്ടാവില്ല. അതേ സമയത്ത് എനിക്ക് നൽകപ്പെട്ട കഴിവുകള് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല. എന്റെ കഴിവുകളെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ എനിക്ക് ആ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ പറ്റും. എനിക്ക് നൽകപ്പെട്ടിട്ടില്ലാത്ത ചില കഴിവുകൾ മറ്റുള്ളവർക്കുണ്ട് എന്നത് മനസ്സിലാക്കുമ്പോൾ ഞാൻ അവരെ ആശ്രയിക്കുന്ന ആളായി മാറും. ഈ വിധത്തില് പരസ്പരം ഇൻഡപ്റ്റഡ് ആയി, പരസ്പരം കടപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഭൂമുഖത്തെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് കർഷകന്റെ പ്രയത്നങ്ങൾക്ക് അതിന്റെ ഫലം ഒരു മത്സ്യബന്ധനക്കാരൻ വില കൊടുത്തു വാങ്ങുന്നത്. കർഷകന് കിട്ടുന്ന പണം മത്സ്യബന്ധനക്കാരന്റെ അടുക്കൽ നിന്ന് കർഷകന് ആവശ്യമായ മത്സ്യം വാങ്ങുന്നതിന് ചെലവഴിക്കാൻ അയാൾ സന്നദ്ധനാകേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. പരസ്പരം വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ വിഭവങ്ങളും അത് ഏറ്റക്കുറവോടുകൂടി ഉള്ളത് കൊണ്ടാണ് സമ്പന്നരും ദരിദ്രരും ഒക്കെ ഒരു സമൂഹത്തില് വളരെ ഫലപ്രദമായ വിധത്തില് നിലകൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. എല്ലാവരും ഒരുപോലെ വിഭവങ്ങളും കഴിവുകളും നൽകപ്പെട്ടവരായിരുന്നുവെങ്കിൽ
മനുഷ്യൻ വളരെ പെട്ടെന്ന് തന്നെ താൻ എല്ലാറ്റിനും പോന്നവനാണ് എന്നൊരു തോന്നലുണ്ടായിക്കൊണ്ട് അഹന്തയിലും അതുപോലെ തന്നെ വാസനയിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോ പരസ്പരം ആശ്രയിക്കേണ്ടി വരുന്ന വിധത്തിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ. അത് ഭൂമുഖത്തേക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. യർസുഖു മൻ യശാ, അവൻ ഇച്ഛിക്കുന്ന വിധത്തില് അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ വിഭവങ്ങൾ നൽകുന്നു. എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാവർക്കും നൽകുന്നത് ഒരേ വിഭവങ്ങളല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ കിട്ടിയവരും കൂടുതലുള്ളവരും ഒക്കെ ഉണ്ടാവും. അവർക്ക് അധികമുള്ളത് മറ്റുള്ളവർക്ക് നൽകാനോ വിൽക്കാനോ ഒക്കെ സാധിക്കും. കുറവ് ഉള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാനും പ്രയോജനപ്പെടുത്താനും ഒക്കെ അതും സാധിക്കും. അങ്ങനെയാണ് ഒരു സമൂഹത്തിന് ഭദ്രമായ ഒരു അടിത്തറ ഉണ്ടാവുന്നത്. അപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ വിൽക്കാൻ കഴിയും, എനിക്ക് കുറെ കാര്യങ്ങൾ വാങ്ങേണ്ടതുമുണ്ട് എന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ പരസ്പരമുള്ള ഒരു ബാധ്യതപ്പെടൽ, കടപ്പെടൽ ഉണ്ടാവുക. അതിനേറ്റവും അനിവാര്യമായിട്ട് ഉള്ളത് ഈ കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു നൈതികതയുടെ അടിത്തറ ഉണ്ടാവുക എന്നതാണ്. ഇതാണ് തൊട്ടു മുകളിൽ ആയത്തിൽ അള്ളാഹു പ്രത്യേകമായിട്ട് പറയുകയുണ്ടായത്. അൻസലൽ കിതാബ ബിൽ ഹഖ് എന്നത് മാത്രമല്ല, വൽ മീസാൻ, മീസാനും അവൻ ഇറക്കിയെന്നത്. മീസാൻ എന്ന് പറഞ്ഞ തുലാസ് എന്നാണ് അർത്ഥം. തുലാസ് എന്ന് പറഞ്ഞ കാര്യങ്ങളുടെ അളത്തവും തൂക്കവും ഒക്കെ നിർണയിക്കുന്ന ഒരു സംവിധാനം. അത് വിശാലാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശരീഅത്താണ്. മനുഷ്യർക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങളുടെയും വാങ്ങല് കൊടുക്കല് അതുപോലെയുള്ള സകല ഇടപാടുകളുടെയും കാര്യങ്ങൾ നിർണയിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയാണ് ഈ മീസാൻ അല്ലെങ്കിൽ ശരീഅത്ത് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതാണ് അള്ളാഹു ഈ ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട സുപ്രധാനമായ ഒരു സംഗതി ഈ മീസാനാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഹഖിലാണ്. ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിയാൽ മാത്രമേ മീസാൻ നേരക്ക് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തർക്കും അനുസരിച്ച് അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊടുക്കും. അപ്പൊ ഒരു വ്യവസ്ഥ നിലനിൽക്കൂല. ഇപ്പൊ നമ്മുടെ അന്തർദേശീയ രംഗത്ത് നമ്മൾ കാണുന്ന ശക്തമായ ഒരു പോരാട്ടത്തിന്റെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണല്ലോ. മുഖ്യമായിട്ട് അതിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് കാണാൻ സാധിക്കുക ഇറാൻ ആണവ ശക്തി ആർജിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് ശത്രുപക്ഷത്തുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു വിഷയം. എന്താണ് അതിൽ മീസാനിൽ വെച്ച് നോക്കിയാൽ ഒരു തീരുമാനമാവുക? ലോകത്ത് ആണവശേഷി മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരേ ഒരു രാഷ്ട്രമാണ് ഇറാനെതിരിൽ രംഗത്ത് വന്നിട്ടുള്ളത്. അവര് മാത്രമാണ് മനുഷ്യർക്ക് എതിരിൽ ആണവശേഷി, ആണവ ആയുധം ഉപയോഗിച്ചിട്ടുള്ളത്. അവർക്ക് ആണവശേഷി ഉണ്ട്, അതുപോലെ വേറെ ചില രാജ്യങ്ങൾക്കും ആണവശേഷി ഉണ്ട്. ആ ആണവശേഷി ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും വലിയ സംഘടനകളിലേക്കൊന്നും പോകാതെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. രണ്ടു കൂട്ടർക്കും പിടുത്തം വിട്ട് ധിക്കാരപരമായി പ്രവർത്തിച്ചാൽ അത് വലിയ ദുരന്തമായി മാറും എന്ന നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് വലിയ പോരാട്ടവും സംഘടനയോ ഒരു നിയന്ത്രണത്തിനപ്പുറത്തേക്കുള്ള ഒരു പോക്കൊന്നും പോകാതിരിക്കുന്നത്. ലോകത്ത് പല ശാക്തിക സംവിധാനങ്ങളെയും ഇങ്ങനെ സന്തുലിതമാക്കി നിർത്തുന്നത് അതാണ്. അറബ് ഇസ്ലാമിക ഭൂപ്രദേശത്ത് എണ്ണയൂറ്റി കുടിച്ച് അതിന്റെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു 60-70 വർഷങ്ങളിലേറെയായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം. അവരതിനു വേണ്ടി ആകെ മുടക്കുന്നത് കടലാസും മഷിയും മാത്രമാണ്. കടലാസും മഷിയും ഉപയോഗിച്ച് അവര് അച്ചടിച്ചെടുക്കുന്ന ഡോളറുകളല്ലാതെ മറ്റൊരു മുതൽ മുടക്കുമില്ലാതെയാണ് ഒരു ഭൂപ്രദേശത്തെ വിഭവങ്ങളെ അവര് പരമാവധി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെല്ലുവിളിക്കപ്പെടും എന്ന ഒരു കണക്കുകൂട്ടല് നടത്തിക്കൊണ്ടാണ്
അറബ് ഭൂപ്രദേശത്ത് ഒരാള് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തില് ഒരു രാഷ്ട്രം ആണവശേഷിയുള്ളത് ആയി മാറാൻ പാടില്ല എന്ന് അവർ തീരുമാനിക്കുന്നത്. അതിനുള്ള ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴേക്ക് ഈ സാമ്രാജ്യത്വത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു നിലപാടില് മാറ്റമുണ്ട് എന്നത് തോന്നുന്ന വിധത്തിലുള്ള ചെറിയ ചലനങ്ങൾ ഉണ്ടായാൽ പോലും, എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്ചേഞ്ച് ഡോളറുമായിട്ടാവുകയില്ല, യൂറോ ആയിട്ടാവും, അല്ലെങ്കിൽ പൗണ്ടുമായിട്ടാവും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറൻസി ആയിട്ടാവും എന്ന് തീരുമാനിക്കുന്നത് പോലും അവരെ പ്രകോപിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഇവരുടെയൊക്കെ ചരിത്രമുണ്ട്. ഗദ്ദാഫിയുടെയും സദ്ദാം ഹുസൈന്റെയും അതുപോലെ ഹുസ്നിയുടെയും ഇവരും അതുപോലെ മുർസിയുടെയും ഒക്കെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇവരൊക്കെ സാമ്രാജ്യത്വ ശക്തികള് പിഴുതെറിഞ്ഞിട്ടുള്ള ഇസ്ലാമിന് വേണ്ടി പലപ്പോഴും ആലോചിക്കുകയും അഭിമാനബോധത്തോടു കൂടിയുള്ള നിലപാടുകൾ ചില ഘട്ടങ്ങളിലെങ്കിലും സ്വീകരിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. അവരൊക്കെ പിഴുതെറിഞ്ഞതാണ്. ഇപ്പോ ഇറാന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു മീസാന്റെ പരിഗണനയും ഇല്ലാത്ത ഏകപക്ഷീയമായ മുഷ്ക് ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് നശിപ്പിച്ചു കളയും എന്നതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ജിയോ പൊളിറ്റിക്കലായ ചില അജണ്ടകൾ ഇസ്രായേലിനുണ്ട് എന്നത് അതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാം. പക്ഷെ അതിൽ മീസാൻ എവിടെ, നീതി എവിടെ, നന്മ എവിടെ, ശരിയേത്, തെറ്റേത്, ന്യായമെന്ത്, അന്യായമെന്ത്, ഈ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കപ്പെടാൻ എന്ത് മാനദണ്ഡമാണുള്ളത്? അതൊന്നുമില്ല. ഞാനാണ് പറയുന്നത്, അതുകൊണ്ട് അത് അങ്ങനെ ആവണം എന്നാണ്. ഹോർമുസ് ഉൾക്കടലിന്റെ കാര്യത്തിലായാലും അവിടെ കപ്പലുകൾ വരും പോവുകയും അതിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാന് അധികാരമുണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ ആളുകൾ ഉന്നയിക്കുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഭൂപ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും വിലക്കുകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയും ന്യായമുള്ളതാണോ എന്നത് ചോദിക്കാൻ അവരൊരിക്കലും മുതിരാറില്ല. അരനൂറ്റാണ്ടോളമായി ഒരു രാജ്യം ഒരു ഇക്കണോമിക് സാങ്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉപരോധം, സാമ്പത്തിക ഉപരോധം, ഒറ്റപ്പെടുത്തലൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു മീസാനിൽ വെച്ചുകൊണ്ടും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് പോക്കിരിത്തരം മാത്രമാണ്, ധിക്കാരം മാത്രമാണ്. എന്നാൽ അള്ളാഹു മനുഷ്യരാശിയുടെ മുന്നില് ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് സകല മനുഷ്യർക്കും പിന്തുടരാനായിട്ട് ഒരു മീസാനും കൊടുത്തിരിക്കുന്നു. മീസാൻ എന്നത് മാനദണ്ഡമാണ്. ദണ്ഡം എന്ന് പറഞ്ഞാൽ തുലാസാണ്, അളവുകോലാണ്. മീസാൻ എന്ന് പറഞ്ഞാല്, മാനം എന്ന് പറഞ്ഞാൽ അളക്കുക, തൂക്കുക എന്നൊക്കെയാണ്. അപ്പൊ ശരിക്കുള്ള ഒരു മാനദണ്ഡമാണ് ഈ മീസാൻ. ശരിയേത്, തെറ്റേത്, നന്മയേത്, തിന്മയേത്, ന്യായമേത്, അന്യായമേത്, നീതി ഏത്, അനീതി ഏത് എന്നതൊക്കെ തീരുമാനിക്കുന്നതിന് ഒരു മാനദണ്ഡം ആവശ്യമുണ്ട്. അതാണ് ദൈവികമായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നതാണ് നമ്മളിവിടെ കാണുകയുണ്ടായത്. ആ മാനദണ്ഡം അവതരിപ്പിച്ചതിനെ തുടർന്നാണ്, ആ കാര്യം പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് തന്റെ ഇബാദുകളോട്, അടിയാറുകളോട് ഏറ്റവും ഏറെ കനിവുള്ളവനാണ് അള്ളാഹു. അവന് വിഭവങ്ങള് അവന്റെ ഇച്ഛയനുസരിച്ച്, മശീഅത്തനുസരിച്ച് നൽകിയിരിക്കുകയാണ്. എനിക്ക് ഏതെങ്കിലും ചില വിഭവങ്ങള് ധാരാളമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എനിക്ക് തോന്നിയ വിധത്തിൽ കൈകാര്യം ചെയ്യും എന്ന് പറയാൻ വേണ്ടി തന്നതല്ല. അതിന് അള്ളാഹു ഒരു മീസാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ചേ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് റിസ്ഖ് അള്ളാഹു തുറന്നു തന്നു ഒരു മേഖലയിൽ, അല്ലെങ്കിൽ എനിക്ക് വളരെ വിശിഷ്ടമായ ഒരു കഴിവ് അള്ളാഹു തന്നു, ഒരു പ്രാഗൽഭ്യം തന്നു എന്ന് വെക്കാം. ആ പ്രാഗൽഭ്യം, കഴിവ്, വിഭവം ഇതൊന്നും തന്നെ എനിക്ക് തോന്നിയ വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് പറയാൻ വേണ്ടി തന്നതല്ല. അതിന് പാലിക്കപ്പെടേണ്ട ഒരു മാനദണ്ഡം, ഒരു തുലാസ്, ഒരു ശരീഅത്ത്, ഒരു നിയമവ്യവസ്ഥ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതനുസരിച്ചേ കൈകാര്യം ചെയ്തുള്ളൂ. എനിക്ക് എത്ര സമ്പത്തുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ ആ മീസാനിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ എനിക്കത് കൈകാര്യം ചെയ്യാൻ, അത് പെരുപ്പിക്കാൻ, അത് പ്രയോജനപ്പെടുത്താനൊക്കെ പറ്റുള്ളൂ.
പക്ഷെ ആ മീസാനിന് വിധേയപ്പെട്ടുകൊണ്ട് എനിക്കത് പ്രയോജനപ്പെടുത്താം. അതാണല്ലോ അതിന്റെ വിജയം, നേട്ടം. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ അഭിവൃദ്ധി ഉണ്ടാവുക. അനിയന്ത്രിതമായിട്ട് ഒരാൾ തോന്നിയ പോലെ തനിക്ക് നൽകപ്പെട്ട വിഭവങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ലോകത്ത് വലിയ അരക്ഷിതാവസ്ഥയും അരാജകത്വവും ഒക്കെ ഉണ്ടാവും. വിഭവശൂന്യത അനുഭവപ്പെടും. അത് പാടില്ല. അതില് അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായതായി മാറും. അഭിവൃദ്ധി ഉണ്ടാവും. ആരുടെ കയ്യിലാണോ അള്ളാഹു അത് ഉടമപ്പെടുത്തിയിട്ടുള്ളത് അവർക്കും അത് വലിയ ഫലം നൽകുന്നതായി മാറും. അതുകൊണ്ട് ഒരു മീസാൻ എന്നത് മനുഷ്യ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതൊരു മാനുവലാണ്. എങ്ങനെ കാര്യങ്ങൾ നിർവഹിക്കണം എന്നത് പഠിപ്പിക്കുന്ന ഒരു മാനദണ്ഡം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു അവന്റെ റിസ്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ മശീഅത്ത് അനുസരിച്ച് അവൻ വിഭവങ്ങൾ നൽകുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ അങ്ങേയറ്റം കരുത്തുള്ളവനും അജയ്യനുമാണ്. അവൻ ആർക്കും അങ്ങ് തോൽപ്പിച്ചു കളയാമെന്ന് കരുതണ്ട. അവൻ അള്ളാഹുവിന്റെ ഒരു ഇച്ഛ നടപ്പിലാക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെ വിചാരണ ചെയ്ത് കൈകാര്യം ചെയ്ത് കളയാം എന്നൊന്നും ആരും സങ്കല്പിക്കണ്ട. അവൻ ഖവിയാണ്, അസീസാണ്. അവന്റെ ഇച്ഛയാണ് ഇവിടെ ഭൂമുഖത്ത് അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനെ വെല്ലുവിളിച്ചിട്ട് മറിച്ചാക്കാൻ ആർക്കെങ്കിലും കഴിയൂ? അവന്റെ ആ നിയമവ്യവസ്ഥയെ തകിടം മറിച്ച് ഇല്ലാണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ ആ വിഭവ വിതരണത്തിന്റെ സംവിധാനത്തെ അവന്റെ മശീഅത്തിൽ നിന്ന് മാറ്റി മറ്റൊന്നാക്കാൻ പറ്റും എന്ന് ആരെങ്കിലും സങ്കല്പിക്കുന്നതിന് ഒരർത്ഥമില്ല. നമ്മൾ കാലങ്ങളായി, യുഗങ്ങളായി, നൂറ്റാണ്ടുകളായി മനുഷ്യ സമൂഹങ്ങളുടെ ഉത്ഥാന പതനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മനുഷ്യരുടെ കൂട്ടത്തില് ചിലര് വളരെ കൂടുതൽ വിഭവങ്ങൾ നൽകപ്പെട്ടവരും വേറെ ചിലര് വളരെ പരിമിതമായ വിഭവങ്ങൾ നൽകപ്പെട്ടവരുമാണ്. ചിലര് സ്വന്തം കഴിവുകള് അവരുടെ ആവശ്യങ്ങൾക്ക് നിലനിൽപ്പിന് മാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവരായിട്ടാണ് ഉണ്ടാവുക. വേറെ ചിലര് സമൂഹത്തെ അടക്കി വാഴാനും ലോകത്തെ തന്നെ അവരുദ്ദേശിക്കുന്ന വിധത്തില് മാറ്റിമറിക്കാനും ഒക്കെ കഴിയുന്ന കഴിവുകളുള്ളവരൊക്കെ ആയിരിക്കും. എല്ലാവരും ഒരുപോലെയല്ല. ഇത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്. അള്ളാഹു ഖവിയുമാണ്, അസീസുമാണ്. അതങ്ങ് തട്ടി നിരത്തി എല്ലാം ഒരുപോലെ ആക്കാം എന്ന് നിങ്ങൾ സങ്കല്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്റെ മശീഅത്തിനെ ഭേദിച്ചുകൊണ്ട്, അവന്റെ മശീഅത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച വിധത്തിലെ നടപ്പിലാക്കാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹു ഖവിയും അസീസുമാണ് എന്ന പോലെ തന്നെ അവനൊരു മീസാൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു മാനദണ്ഡം വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നിർവഹിക്കാം. അപ്പൊ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവും, എല്ലാവർക്കും ഗുണമുണ്ടാകും എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. മൻ കാന യുരീദു ഹർസൽ ആഖിറ, എന്നിട്ട് അള്ളാഹു പറയുകയാണ് ആരാണ് പരലോക വിള ഉദ്ദേശിക്കുന്നത്. ഹർസൽ ആഖിറ, ഹെർസ് എന്ന് പറഞ്ഞാൽ വിളയാണ്, കാർഷിക വിള. കർഷകൻ നെല്ലോ ഗോതമ്പോ ഒക്കെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചുണ്ടാകുന്ന ആ വിളക്കാണ് ഹെർസ് എന്ന് പറയാം. അപ്പൊ രണ്ടു തരം വിളകളുടെ സാധ്യതയുണ്ട്. ഒന്ന് ദുനിയാവിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വിളയാണ്. ദുനിയാവിൽ തന്നെ കൊയ്തെടുക്കാൻ കഴിയുന്ന വിള. മറ്റത് ദുനിയാവിൽ കൃഷി ചെയ്യാൻ, കൃഷി ഇറക്കാനാണ് കഴിയുക. അത് വിളവെടുപ്പ് അപ്പുറത്താണ്, പാരത്രിക ലോകത്താണ്. അപ്പൊ അള്ളാഹു ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരു കർഷകൻ എന്ന നിലക്ക് ഒരു പരോക്ഷമായി ഉപമ നടത്തിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ വിവരിക്കുന്നത്. മൻ കാന യുരീദു ഹർസൽ ആഖിറ, പാരത്രിക വിളവെടുപ്പിനെ, പരലോക വിളവെടുപ്പിനെ ആരാണോ ഉദ്ദേശിക്കുന്നത്, പാരത്രിക ലോകത്ത് വിളവെടുക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളിലാണ് താൻ ഏർപ്പെടുന്നത് എന്നൊരാൾ കരുതുന്നുവെങ്കിൽ, എനിക്കിതിൻ്റെയൊക്കെ ഈ കൃഷി ഇറക്കലിന്റെ ഒക്കെ ഗുണം, ഞാനിവിടെ ചെയ്യുന്ന പ്രയത്നങ്ങളുടെയും ത്യാഗത്തിന്റെയും പരിശ്രമങ്ങളുടെയും ഒക്കെ ഫലം
എനിക്ക് പരലോകത്താണ് കൊയ്തെടുക്കേണ്ടത് എന്നതാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നസിദ് ലഹു ഫീ ഹർസി, അവന്റെ വിളവിൽ നാം ഒരുപാട് വർധനവുണ്ടാക്കി കൊടുക്കും. ഒരാൾ നിരന്തരം പണിയെടുക്കുകയാണ്, അന്തിയോളം പണിയെടുക്കുകയാണ്, കൃഷി ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയാണ്. വളരെ കുറച്ച് മാത്രമേ അയാള് സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ, ഭക്ഷിക്കാന് അല്ലെങ്കിൽ താനും തന്റെ ആശ്രിതരായ ആളുകൾക്കൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയുള്ള അവർക്ക് ആവശ്യമായ വളരെ കുറഞ്ഞ അളവിലുള്ള വിഭവങ്ങളെ അയാള് അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അയാൾ വീണ്ടും വീണ്ടും കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കൃഷിയിൽ വലിയ വിളവർധനവ് ഉണ്ടാവുന്നുണ്ട്. അയാൾ എല്ലാം ഒന്നും തിന്നു തീർക്കുന്നില്ല, എല്ലാം ഒന്നും സ്വന്തം ആവശ്യത്തിന് പ്രയോജനപ്പെടുത്തുന്നില്ല, ധാരാളം അയാൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രഹസ്യം എന്താണ്? അയാൾ ഇതൊന്നും ഇവിടെ വിളവെടുക്കാൻ ഉദ്ദേശിച്ചതല്ല. ഇവിടെ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം വിളവെടുക്കുന്നു, ബാക്കി പരലോകത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതൊരു മനസ്ഥിതിയാണ്. ഈ ഹഖിനെയും മീസാനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ കാണുന്ന ഒരാള് അങ്ങനെയാണ് ആലോചിക്കുക. എനിക്ക് വിളവെടുപ്പ് അപ്പുറത്ത് മതി, ഞാനിവിടെ പണിയെടുക്കാം, വേണ്ടുവോളം പണിയെടുക്കാം, എനിക്ക് പറ്റുന്നിടത്തോളം നടുവൊടിവോളം ഞാൻ പണിയെടുക്കാം, എന്നിട്ടോ വളരെ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം ഇവിടുന്ന് എടുക്കും, ബാക്കിയോ ഞാൻ അടുത്ത ലോകത്തേക്ക്, പാരത്രിക ലോകത്തേക്ക് വേണ്ടി എടുത്തു വെക്കുകയാണ്, സൂക്ഷിച്ചു വെക്കുകയാണ്. ഇതാണ് ഹഖിനെയും മീസാനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തോടുള്ള നിലപാട് രൂപപ്പെടുത്തുന്ന ഒരാള് സ്വീകരിക്കുന്ന ഒരു നടപടി. മൻ കാന യുരീദു ഹർസൽ ആഖിറ, പരലോക വിള എന്നാണ് ചിലർ അതിനെ വിവർത്തനം ചെയ്ത് കാണുന്നത്. പരലോക വിള, പാരത്രിക ലോകത്തിന്റെ വിളവെടുപ്പിനെ ഉദ്ദേശിക്കുന്ന ഒരാള്, അങ്ങനെയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ വിളവെടുപ്പില് നാം ഒരുപാട് വർധനവ് നൽകുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മള് പ്രയത്നത്തിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വിളവെടുപ്പാണ് സാധ്യതയുള്ളത്. പക്ഷെ ഈ ഒരു ലക്ഷ്യം അയാൾക്ക് ഉള്ളത് കൊണ്ട് അയാൾക്ക് അള്ളാഹു വലിയ ഇൻസെന്റീവ് നൽകുകയാണ്. ഇവിടുന്ന് വിളവെടുക്കണില്ല, നീ അവിടെ ചെന്നിട്ടാണ് വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് ഞാൻ അത് ഇരട്ടിപ്പിച്ചു തരും. ഇതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. ഇവിടുന്ന് അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ എടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ അവിടുന്ന് മതി എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നാം വളരെ കൂടിയ വിളവെടുപ്പ് നൽകുന്നു. അള്ളാന്റെ ഒരു ഓഫറാണത്. അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അള്ളാഹു നൽകുന്ന ഇൻസെന്റീവ് ആണത്. അപ്പൊ നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ വിളവെടുപ്പിൽ നാം ഒരുപാട് വർധനവ് നൽകുന്നു. വമൻ കാന യുരീദു ഹർസ ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ തന്നെ വിളവെടുക്കണം എന്ന് കരുതിയിട്ടാണ്, അതാണ് അയാളുടെ മുഖ്യമായ ലക്ഷ്യം, ദുനിയാവില് വിളവെടുപ്പ്. അയാൾക്ക് പാരത്രിക ലോകത്തിലൊന്നും വിശ്വാസമില്ല. സാഴത്തുണ്ട്, അതിനുശേഷം ഒരു ജീവിതമുണ്ട്, ഇങ്ങനെയൊന്നും അയാൾ കാണുന്നില്ല. ഇവിടെ വിത്തിറക്കിയാൽ ഇവിടുന്ന് തന്നെ അതിന് 10, 100, 10,000 ഇരട്ടി വിളവെടുപ്പ് കിട്ടണം. ഇതാണ് അയാൾ ഉദ്ദേശിക്കുന്ന സംഗതി. അപ്പൊ അതിനയാള് എന്ത് വഴിയും സ്വീകരിക്കും. പരമാവധി വിളവെടുപ്പ് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി ഒക്കെ ഇവിടുന്ന് തന്നെ കൊയ്തെടുക്കണം. അതാണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെ ഒരാൾ കൃഷി ഇറക്കുന്നുവെങ്കിൽ യുരീദു ഹർസ ദുനിയ, ദുനിയാവിന്റെ വിളവെടുപ്പ് തന്നെയാണ് ഒരാൾ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ നുഅ്തിഹി മിൻഹ, അതിൽ നിന്ന് നാം അയാൾക്ക് കുറച്ച് കൊടുക്കും. വർധനവൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ അഭിവൃദ്ധി നാം നൽകും. പക്ഷെ മുഴുവനായിട്ടൊന്നും അയാൾക്ക് ഇവിടെയും കിട്ടൂല. അയാൾ ഇവിടെ മുഴുവനായിട്ട് അയാളുടെ കയ്യിൽ കിട്ടിയാൽ പോലും അയാൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. കാരണം ജീവിതം എന്നത് ഒരുപാട് പരിമിതികൾ ഉള്ളതാണ്. നമുക്ക് ബഹുകോടികളുടെ വരുമാനമോ ലാഭമോ ഉണ്ടായി എന്ന് കരുതിയിട്ട് അതൊക്കെയും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞോളൊന്നൊന്നുമില്ല. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നു ഉതീ മിൻഹ, അതിന്ന് കുറച്ച് നമ്മ അവന് നൽകും. അയാൾ ആഗ്രഹിക്കുന്നത് ദുനിയാവിലെ വിളവെടുപ്പാണ് എങ്കിൽ കുറച്ചൊക്കെ കിട്ടും, നാം അതിൽ നിന്ന് അവന് നൽകും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, എന്നാൽ പാരത്രിക ലോകത്ത് അയാൾക്ക് ഒരു തരിമ്പും ഉണ്ടാവുകയില്ല. കാരണം അത് അയാൾ ലക്ഷ്യം വെച്ചിട്ടില്ല. ദുനിയാവിന്റെ നേട്ടം മാത്രമാണ് അയാൾ കൃഷി ഇറക്കുമ്പോൾ ലക്ഷ്യം വെച്ചത്. കുറച്ചൊക്കെ കിട്ടും, നാം അത് കൊടുക്കും. മുഴുവനായിട്ട് ഇവിടെ കൊടുക്കാൻ കഴിയില്ല. കാരണം മുഴുവനായിട്ട് ലഭിക്കാനോ സ്വീകരിക്കാനോ കഴിയുന്ന
ഒരു മെഹൗൽ ഇവിടെ ഇല്ല, മെഹൗൽ ഇല്ല. അറബിയില് മെഹൗൽ എന്നാണ് പറയാം. മെഹൗൽ അതിന്റെ ഇംഗ്ലീഷാണ് മെഹോൾ. മെഹോൾ ഇല്ല ഇവിടെ. കാരണം അള്ളാഹ് മുഴുവനായിട്ട് തരാന്ന് വെച്ചാൽ പോലും അത് വാങ്ങാൻ ഇയാളുടെ കൈകൾ പ്രാപ്തമല്ല, കൈകൾ ശക്തമല്ല. അത് വാങ്ങി വെക്കാൻ അയാൾക്കൊരു ഇടം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ദുനിയാവിന്റെ വിളവെടുപ്പ് ആഗ്രഹിച്ചുകൊണ്ട് പ്രയത്നിക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു തർക്കം ഉണ്ടാവാറുണ്ട്. അയാള് സ്വർഗത്ത് പോകുമോ, ഇയാള് സ്വർഗത്ത് പോകുമോ, ഇന്നയാള് സ്വർഗത്ത് പോയിട്ടില്ലെങ്കിൽ ഞാൻ സ്വർഗത്ത് പോകാൻ കൂട്ടാക്കുന്നില്ല, ഞാൻ അതിന് സന്നദ്ധല്ല എന്നൊക്കെ പറയുന്ന ഒരു തരം ഫൂളിഷായ സംസാരം നടക്കുന്നത് കാണാം. അള്ളാഹുവിടെ പറയുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ആളുകള് ഭൗതിക ലോകത്ത് നേട്ടമല്ലാതെ മരണശേഷം പാരത്രിക ലോകത്ത് എന്റെ കർമ്മങ്ങളുടെ വിളവെടുപ്പ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല. ദുനിയാവിൽ മാത്രമാണ് എന്തെങ്കിലും വിളവെടുപ്പ് അയാൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പേര്, പ്രസിദ്ധി, അംഗീകാരം, അതിന്റെ ആവർത്തിച്ച് ലഭിക്കുന്ന നേട്ടങ്ങൾ, ഇതൊക്കെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെയുള്ള ആളിന്റെ കാര്യത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. പാരത്രിക ലോകത്ത് അവർക്ക് യാതൊരു തരിമ്പും ഒരംശം പോലും അതിന്റെ വിളവെടുപ്പായിട്ട് ലഭിക്കുന്നതല്ല എന്നാണ്. കാരണം എന്താ? പാരത്രിക ലോകത്തെ കിട്ടണം എന്ന് അയാൾ ആഗ്രഹിച്ചിട്ടേ ഇല്ല, അതിന് അയാൾ കൊതിച്ചിട്ടില്ല, അതിനു വേണ്ടി അയാൾ പ്രയത്നിച്ചിട്ടില്ല, അത് ലക്ഷ്യം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് അള്ളാഹു പാരത്രിക ലോകത്ത് അതിന്റെ എന്തെങ്കിലും ഫലം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പാരത്രിക ലോകത്തെ വിളവെടുപ്പ് ആഗ്രഹിക്കുന്ന ആൾക്ക് അള്ളാഹു ദുനിയാവിലൊന്നും കൊടുക്കൂല എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചിവിടെ കൊടുക്കും, അയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കും, ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ കൊടുക്കും. ചിലർക്ക് അവൻ ധാരാളമായിട്ട് ദുനിയാവിൽ തന്നെ കൊടുക്കും. പക്ഷെ അവര് ലക്ഷ്യം വെച്ചത് പാരത്രിക ലോകത്തായതുകൊണ്ട് പാരത്രിക ലോകത്ത് അവൻ വളരെ 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 കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ ഒരാള് ഭൗതിക ലോകത്തെ നേട്ടം മാത്രമാണ് ആഗ്രഹിച്ചതെങ്കിൽ, അയാള് ദുനിയാവില് വിളവെടുപ്പ് മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, അവർക്ക് പാരത്രിക ലോകത്ത് വല്ലതും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. ഒരു തരിമ്പ് പോലും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം എന്താ? ഒന്ന്, അങ്ങനെ അവർ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കർമ്മങ്ങൾക്ക് ഓരോരുത്തരും അവരുദ്ദേശിച്ചതാണ് ഉണ്ടാവുക. അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്. കർമ്മങ്ങളൊക്കെ നിയ്യത്ത് പോലെയാണ് എന്നാണ്. പാരത്രിക ലോകത്ത് നേട്ടം ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് നിയ്യത്തുണ്ടായിരുന്നോ, ഉദ്ദേശമുണ്ടായിരുന്നോ? എങ്കിൽ അതുണ്ടാവും. അതിനുവേണ്ടിയുള്ള പ്രയത്നം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. പാരത്രിക ലോകത്ത് നിങ്ങൾ ഒന്നും ആഗ്രഹിച്ചില്ല, ദുനിയാവിൽ തന്നെ മുഴുവൻ കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ അതിവിടെ കുറച്ചൊക്കെ അള്ള തരും, മുഴുവനായിട്ട് തരൂല. മുഴുവനായിട്ട് നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ കഴിയില്ല. അള്ളാഹ്ക്ക് ഇവിടെ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ തരൂല, കുറച്ചൊക്കെ തരും. അവർക്ക് പക്ഷേ പരലോകത്ത് വല്ലതും ഉണ്ടാവും? ഒന്നുമില്ല. കാരണം അവരത് ലക്ഷ്യം വെച്ചിട്ടേ ഇല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്. അപ്പൊ കർമ്മങ്ങൾക്ക് എപ്പോഴും ഏറ്റവും പെർഫെക്റ്റ് ആയ നിയ്യത്ത് വേണം. നമ്മള് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഘട്ടങ്ങളിലൂടെ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. റമളാനൊക്കെ അതിന്റെ കാലമായിരുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അതിലുള്ള നിലപാട് വളരെ കറകളഞ്ഞതാക്കണം. ചിലപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങിയോ നിർബന്ധത്തിന് വഴങ്ങിയോ ഇഷ്ടമില്ലാതെയോ ഒക്കെ കൊടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി പോകാൻ ഇടയുണ്ട്. അത് നമുക്ക് അള്ളാന്റെ തൃപ്തി തേടിക്കൊണ്ട് ചെയ്യുന്ന ഒരു അമലാക്കി മാറ്റാൻ ആ സന്ദർഭത്തിൽ നിയ്യത്ത് ശരിയാക്കണം. അപ്പോഴാണത് ഫലപ്രദമാകും. അതൃപ്തിയോടുകൂടി, മനമില്ലാ മനസ്സോടുകൂടിയല്ല നമ്മളത് നൽകേണ്ടത്. പൂർണ്ണ തൃപ്തിയോടുകൂടി ആഖിറത്തിൽ അള്ളാഹു നമുക്ക് പെരുപ്പിച്ചു തരുന്ന പ്രതിഫലം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അതാരെയും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. അതാണ് കർമ്മങ്ങൾക്കുള്ള നിയ്യത്ത്. അത്രയും കൃത്യതയുള്ള, തെളിമയുള്ള നിയ്യത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ ഞാനിത് കൊടുത്താൽ അത് ചോദിച്ചു വന്ന ആളുകൾക്ക് ഒന്ന് തൃപ്തിയാകുമല്ലോ, അയാളെ ഒരു ചിരി കാണാലോ എന്നത് മാത്രമാവരുത്. ചിരിയൊക്കെ നല്ലതാണ്, അയാൾ തൃപ്തിപ്പെടുന്നതും നല്ലതാണ്. പക്ഷെ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്.
അള്ളാഹു തരുന്ന അജ്റാണ്. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോഴാണ് കർമ്മങ്ങൾ ഫലമുള്ളതായി മാറുക. അങ്ങനെ ഒരു ലക്ഷ്യം തന്നെ ഇല്ലാത്ത ഒരാൾക്ക് അയാളുടെ പ്രവർത്തനങ്ങൾക്ക് ആഖിറത്തിൽ വല്ല നസീബും കിട്ടും, വല്ല വിഹിതവും പങ്കും അയാൾക്ക് അതിന്റെ പ്രതിഫലമായിട്ട് നൽകപ്പെടും, യാതൊന്നും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു കൃത്യമായിട്ട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു മിൻ ഫീ ഹർസിഹി. അത് പാരത്രിക ജീവിതത്തിലെ നേട്ടം, ഹെർസ്, വിളവെടുപ്പ് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് നാം അവന്റെ വിളവെടുപ്പിൽ ഒരുപാട് വർധനവ് നൽകുന്നു. വമൻ കാന യുരീദു ഹെർസ ദുനിയ, ഭൗതിക ലോകത്തെ വിളവെടുപ്പാണ് ഒരാൾ കൊതിക്കുന്നതെങ്കിൽ, ഉദ്ദേശിക്കുന്നതെങ്കിൽ, നുഅ്തിഹി മിൻഹ, അതിന്റെ ഒരു പങ്ക്, ഒരു വിഹിതം നാം അവന് നൽകുന്നു. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, അവൻ ആഖിറത്തിൽ യാതൊന്നും ലഭിക്കുന്നതല്ല. അപ്പോ ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ നടത്തുന്ന പ്രയത്നങ്ങളും അധ്വാനവും ദാനവും ധർമ്മവും ഒക്കെ, അതിന് ഭൗതിക ലോകത്തും ചില പ്രതിഫലങ്ങൾ അയാൾക്ക് ലഭിക്കും. അത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ദുനിയാവിൽ കൊടുക്കൂല എന്നുള്ള പറഞ്ഞിട്ടില്ല. ചിലർക്ക് വളരെ കൂടുതൽ കൊടുക്കും, ചിലർക്ക് വളരെ പരിമിതമായിട്ട് കൊടുക്കും. പക്ഷെ ശരിയായ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്, ശരിയായ വിളവെടുപ്പ് ഉണ്ടാവുന്നത് ആഖിറത്തിലാണ്. എന്നാൽ ആഖിറത്ത് ലക്ഷ്യം വെക്കാതെ പ്രവർത്തിച്ച ആൾക്ക് ഇവിടെ കുറച്ചൊക്കെ കൊടുക്കും, കുറച്ച് കൂടുതൽ കൊടുക്കും എന്ന് തന്നെ സങ്കല്പിച്ചോളൂ. എന്നാൽ പോലും മുഴുവൻ കിട്ടൂല. ആഖിറത്തിൽ അയാൾക്ക് ഒന്നും നൽകപ്പെടുന്നതല്ല. ഇതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന വിധത്തിൽ, ഇത് ബോധ്യപ്പെടുന്ന വിധത്തില് ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീസാൻ ഉൾക്കൊണ്ടുകൊണ്ട് വേണം മനുഷ്യന്റെ പ്രയത്നങ്ങളെ ക്രമപ്പെടുത്താൻ. ഇതാണ് ഖുർആൻ ഇവിടെ നമ്മളോട് പറയുന്ന കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകനെ അങ്ങനെ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു നൈതിക വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിന്റെ പ്രവാചകനെ ചുമതലപ്പെടുത്തുകയാണ് അള്ളാഹു ഈ ആയാത്തുകളിൽ എന്നത് കാണാൻ കഴിയും. ലോകത്തെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന വിധത്തിൽ വിട്ടേച്ചുകൊണ്ട് തികഞ്ഞ അരാജകത്വം ഇവിടെ നിലനിന്നോട്ടെ, പിടിച്ചുപറിയും തോന്യാസവും ഏകാധിപത്യവും ഒരാളുടെ ശക്തിയും കരുത്തും ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടക്കി വാഴുന്ന ആ സ്വേച്ഛാധിപത്യ പ്രവണതയും ഒക്കെ അതേപോലെയൊക്കെ തന്നെ അങ്ങ് നിലനിന്ന് പോയിക്കോട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിക്കാനല്ല അള്ളാഹു തന്റെ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. മറിച്ച് നീതി സംസ്ഥാപിതമാകുന്നതിന് വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടിയാണ് നിർദ്ദേശിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.